സൺഡേ സ്പെഷ്യലായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അത് ഇഷ്ടം പോലെ ഉണ്ട് റണ്ണിങ് മെറ്റീരിയൽസ്. നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഹോം വെയർ ആയിട്ട് ഉപയോഗിക്കാനുള്ളതുണ്ട്, ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാനുള്ളതുണ്ട്, പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാനുള്ളതും ഉണ്ട്. അപ്പോൾ എല്ലാം വേണ്ടേ നമുക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചുരിദാർ സെറ്റ് കാണിച്ചപ്പോൾ കുറേ പേര് പരിഭവം പ്രകടിപ്പിച്ചു. ഫ്രൈഡേ റണ്ണിങ് മെറ്റീരിയൽ പ്രതീക്ഷിച്ചപ്പോൾ വെനസ്ഡേ റണ്ണിങ് മെറ്റീരിയൽ ഞാൻ കാണിച്ചിരുന്നു. പിന്നെ ചുരിദാർ സെറ്റിൻ്റെ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷനുകൾ അങ്ങനത്തെ ഒക്കെ സമയമല്ലേ. പിന്നെ ദുപ്പട്ട അന്വേഷിച്ചൊന്നും പോകാൻ സമയമില്ലാത്തവർക്ക് അതും ആവശ്യമാണ്. പിന്നെ 3 പീസ് സെറ്റ് റണ്ണിങ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. കുറേ പേര് വീഡിയോ സ്കിപ്പ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു, സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു, മിസ്സായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ എല്ലാം വരും, ഓരോന്ന് വരും. മാക്സിമം ട്രൈ ചെയ്യാം വീക്ക്ലി 3 ഡേയ്സ് കാണിക്കാം. പക്ഷേ കുറേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണിക്കുന്ന, കാരണം കുറേ പേർക്ക് പേയ്മെൻ്റ് ഒക്കെ പെൻഡിങ് ആയവർ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ചുരിദാർ സെറ്റിൻ്റെ വീഡിയോ കൂടെ ഇടയ്ക്ക് ഒന്നുകൂടെ വന്നത്. അപ്പോൾ എല്ലാം വരും റെഗുലറായിട്ട്. പലതരത്തിലുള്ള ആൾക്കാർക്ക് പല പല ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്യുർ മൊഡാൾ സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ്, കസ്റ്റമൈസ് ചെയ്തതാണ്. ഞാൻ ആക്ച്വലി അത് ഫ്രണ്ടിൽ വന്നൊന്ന് തുടങ്ങി ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നും വിചാരിക്കരുത്, ഞാൻ അവിടെ ഒന്ന് കാണിച്ചു തരാം. പക്ഷേ ഞാൻ ചപ്പലൊന്നും ഫോർമലായിട്ടുള്ളൊന്നും കൊണ്ടുവന്നിട്ടില്ല, കാഷ്വൽ വെയറിലാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുൾ വ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇത് നമ്മുടെ പ്യുർ മൊഡാൾ സിൽക്കിൽ 5 മീറ്റർ എടുത്തിട്ടാണ് ചെയ്തത്, ടോപ്പും ബോട്ടവും കൂടെ കൂടിയിട്ട് പ്ലെയിൻ മോഡലിൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്നെപ്പോലുള്ളവർക്ക് ഈ ദുപ്പട്ട ശരിക്കും ഭയങ്കര ലെങ്ത്ത് കൂടുതലാണ്, കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇതാ കട്ട് ചെയ്തിട്ട് ആ പീസാണ് ബോർഡർ എടുത്തത്. ഇവിടെ നെക്കിന് വെച്ചിട്ടുണ്ട്, സ്ലീവിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പക്ക ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം റേറ്റ് ആവും കേട്ടോ അതിന്. പക്ഷേ നമുക്ക് ഇനി മൊഡാലിൽ ഹാൻഡ് വർക്ക് നമ്മൾ ഇതൊന്നും കാണാതെ തന്നെ ഒത്തിരി പേർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. 5 മീറ്ററിൽ എടുത്തിട്ട് പല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. മൊഡാൽ സിൽക്ക് നമ്മൾ ആക്ച്വലി നമ്മുടെ ഫ്യൂഷൻ്റെ ഒരു സാരി ചെയ്തിരുന്നു, 7.5 മീറ്റർ ഒരാൾ എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്തിരുന്നു. അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല, പെട്ടെന്ന് അയക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് പല പല ഇഷ്ടങ്ങളല്ലേ, ഏത് തരത്തിലും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക. സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടത് അതും ഉണ്ടാവും, പ്രീമിയം വേണമെങ്കിൽ അതും ഉണ്ടാവും, എല്ലാം ചെയ്തു തരും. നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്നവർ ഓരോരുത്തരുടെ സാഹചര്യങ്ങളും എല്ലാം പോലെ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ. ഞാൻ അവിടുന്ന് കാണിച്ചാൽ ഇത് കണ്ടില്ല എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സ്ലിറ്റഡ് പാറ്റേണിൽ ഇതിന് ലൈനിങ് ആയിട്ട് വെച്ചിരിക്കുന്നത് ബ്ലൗസ് പീസ് മെറ്റീരിയലാണ് വെച്ചിരിക്കുന്നത്. മൊഡാൽ ദുപ്പട്ട ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. അപ്പോൾ ഞാൻ മൊഡാൽ പ്ലെയിൻ അവൈലബിൾ ആയതെല്ലാം എടുത്തിട്ടുണ്ട്, പ്ലെയിനിൽ നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ടോപ്പ് കുറച്ചായി ഞാൻ ചെയ്തൊരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്തിട്ട്. പക്ഷേ നമുക്ക് മൊഡാലിൻ്റെ പ്ലെയിൻ എത്താത്തത് കൊണ്ട് ഒരു പ്രതിഭ പക്ക പറഞ്ഞു, ചേച്ചി സ്റ്റോക്ക് എത്തിയിട്ട് ചെയ്താൽ മതി, ഓർഡർ വന്നാൽ നമുക്ക് ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ പ്ലെയിൻ എടുത്തിട്ടുണ്ട്. ഇനി പ്രിൻറ്റഡ് മെറ്റീരിയൽ മൊഡാൽ പ്രിൻ്റൊക്കെ എത്തും കേട്ടോ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ ഒരു ഇൻട്രോ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പുതിയ കസ്റ്റമേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിങ്ങനെ ഭയങ്കര ഫോർമലായിട്ടൊന്നുമല്ല, ഇങ്ങനെയാണ് വീഡിയോയുടെ ഒരു രീതി കേട്ടോ, അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം പോകാതെ ഓരോന്ന് കണ്ടു തുടങ്ങാം. അപ്പോൾ നമ്മുടെ മൊഡാൽ പ്ലെയിനിൽ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ബോട്ടിൽ ഗ്രീനാണ്. അപ്പോൾ ഇതിൽ 2.5 അല്ലെങ്കിൽ 5 മീറ്റേഴ്സ് ആണ് കേട്ടോ ഇതിൽ, കാരണം 5 മീറ്ററിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇത് 2.5ൻ്റെ ഒരു പീസ് എടുത്തതാണ്. അപ്പം നോർമലി അപ്പോൾ ഇതിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യും, കാരണം 3 മീറ്റർ വേണ്ടവർക്ക് വേണ്ടി 6 മീറ്റേഴ്സിൽ ഇനി ചെയ്ത് വരുന്നുണ്ട്, അത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ അതിൽ. അപ്പോൾ മാക്സിമം ഇത് 2.5 5 മീറ്റേഴ്സിൽ 2.5 മീറ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടുക. ബോട്ടിൽ ഗ്രീൻ കളറാണ് വരുന്നത്. 44 ഇഞ്ച് എടുത്ത് 450 റുപ്പീസ് per മീറ്റർ, 450 പ്യുർ മൊഡാൽ സിൽക്കാണ്. അപ്പോൾ മൊഡാൽ ദുപ്പട്ടാസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പുതിയ ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഞാൻ മറന്നില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് കമൻറ്റിൽ പിൻ ചെയ്തിടാം. മറന്നാൽ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാബുലൻസിൽ മൊഡാൽ ദുപ്പട്ടാസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും യൂട്യൂബിൽ. ഇത് നെക്സ്റ്റ് വരുന്നു മെറൂൺ, ഞാൻ ചെയ്തിരിക്കുന്ന മെറൂണ്ട്, അത് ഇങ്ങനെ വരുന്നു. 450 റുപ്പീസ് per മീറ്റർ, 450 രൂപ മൊഡാൽ സിൽക്കാണ്. നെക്സ്റ്റ് വരുന്നു നമ്മുടെ ഇൻഡിഗോ എന്ന് പറയാം. ഇൻഡിഗോയുടെ നേവി ബ്ലൂവിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു സുന്ദരി കളർ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത്, 450 റുപ്പീസ് per മീറ്റർ. യെല്ലോ, ആ ഒരു മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയാം, മസ്റ്റാർഡ് യെല്ലോ ഒരു മാംഗോ യെല്ലോയുടെ ഇടയിൽ വരുന്ന സുന്ദരി യെല്ലോ ആണ്. ഇതിലൊക്കെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നല്ല ദുപ്പട്ട മൊഡാൽ ദുപ്പട്ടയോട് കൂടിയൊക്കെ ഒരു ഫംഗ്ഷന് വേണ്ടി നഗരം അങ്ങനെ ചെയ്താൽ, ഇനി സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്താലും ഭംഗിയുണ്ടാവും. ദുപ്പട്ടയിൽ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ബോർഡർ പോലെയൊക്കെ കൊടുത്താലും ഭംഗിയുണ്ടാവും. ഇങ്ങനെ വരുന്നു. ഹാൻഡ് വർക്കൊക്കെ വേണ്ടവർ നേരിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ റേറ്റ് പറഞ്ഞുതരും, വർക്കിനനുസരിച്ചാണ്. അതായത് നമ്മൾ മെഷീനിലും അല്ലാതെ ഇങ്ങനെ ശരിക്കും റിങ് ഇട്ട് കൈകൊണ്ട് തന്നെ ഒരാളിരുന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ സമയത്തിനനുസരിച്ചിട്ടാണ്. ഇത് ബ്ലാക്ക് ഇങ്ങനെ വരുന്നു. അത്യാവശ്യം കോസ്റ്റ്ലി ആണ് കേട്ടോ ഹാൻഡ് വർക്ക്. അപ്പോൾ ഇത് വരുന്നു ബ്ലാക്ക് 450. അപ്പോൾ അത്രയായിരുന്നു നമ്മളെ മൊഡാൽ പ്ലെയിൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പെരുന്നാളിനായിട്ടും അല്ലാതെ ഒക്കെ ഒത്തിരി പേർക്ക് ആവശ്യമുള്ള നൈറ്റി മെറ്റീരിയൽ അതിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഇതിൽ
ഇങ്ങനെ വരും. നമുക്ക് ഈ നൈറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നല്ല തിക്ക് കോട്ടൺ. ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ ഞാൻ മുമ്പ് കുറേ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ലൈനിങ് ഇല്ലാതെ ടോപ്പായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ജയ്പൂർ കോട്ടൺ ആണ്. കോട്ടണിൽ ഏറ്റവും ഫേമസ് ആയത് ജയ്പൂർ കോട്ടൺ അതിൽ വരുന്നതാണ്. ഇത് നമുക്കൊരു കാന്ത കോട്ടൺ ആണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് കാന്തയല്ല, കാന്ത ലൈൻസ് പോലെ പ്രിൻറ്റ് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ 44 ഇഞ്ച് വിടുത്ത് 110 റുപ്പീസ് പെർ മീറ്റർ, 110 രൂപ. വൺ സൈഡ് ബോർഡർ ഉണ്ട്. നിങ്ങൾക്ക് ടോപ്പിനായിട്ടോ നൈറ്റിക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ വരുന്നു. ഇത് ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിക്കട്ടെ. ഇനിയിപ്പോൾ ഇതിനൊന്നും അധികം പറയാനില്ലല്ലോ. ഇതാ നെക്സ്റ്റ് വരുന്നു ആ ബ്ലൂവിൽ തന്നെ, നേവി ബ്ലൂവിൽ തന്നെ അടുത്ത ഡിസൈൻ. ഇതെങ്ങനെ ഫ്ലോറൽ പാറ്റേണിൽ വരുന്നു. 44 ഇഞ്ച് വിടുത്ത് 110, 110 രൂപ. 44 ഇഞ്ച് വീതി, 110 രൂപയ്ക്ക് വരുന്നത് ജയ്പൂർ കോട്ടണിൽ. ഇനി നമുക്ക് വരുന്നത് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഒരു പ്രീമിയമായ കോട്ടൺ മെറ്റീരിയൽ. എല്ലാം അതും ഇതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. വിത്തൗട്ട് ബോർഡറാണ് വരിക. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത്. ഇതൊക്കെ നമുക്ക് ടോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ 2 പീസ് ചെയ്യാൻ, കോട്ട് സെറ്റ് പോലെ ചെയ്യാനും ഒക്കെ നല്ലതാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, കുറച്ചുകൂടെ തിക്കാണ് ഇത് മെറ്റീരിയൽ. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത് 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ. ഇവിടുത്തെ കാണിക്കണ്ടല്ലോ, ക്ലിയർ അല്ലേ? 120 രൂപ. അങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു അതിൽ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതൊരു ഡാർക്ക് പീക്കോക്ക് ബ്ലൂ പോലത്തെയാണ്. ഇത് വരുന്നു ഒരു ഡാർക്ക് മെറൂൺ കളറിലാണ് വരുന്നത്. 44 ഇഞ്ച് വെടുത്ത് തിക്ക് മെറ്റീരിയലാണ്, കോട്ടൺ മെറ്റീരിയലാണ്. 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ. അങ്ങനെ വരുന്നു. അതിൽ നെക്സ്റ്റ് വരുന്നു മസ്റ്റാർഡ് യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്നു. ഇങ്ങനെ നൈറ്റിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് ലേസോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് യോക്കിനൊക്കെ കൊടുത്തിട്ട് ചെയ്താലും 2 പീസായിട്ട് ചെയ്താലും ഒക്കെ ഭംഗി ഉണ്ടാവും. 44 ഇഞ്ച് വെടുത്ത് 120. നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ. അതിൽ നേവി ബ്ലൂ ഞാൻ ഒന്നിൻ്റെ തിക്നെസ് കാണിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിൻ്റെ അറ്റം എവിടെ? ഇതാ, ലൈനിങ് ഇല്ലാതെ ടോപ്പായിട്ടോ അല്ലെങ്കിൽ 2 പീസായിട്ടൊക്കെ ചെയ്യുന്നതിന് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതെങ്ങനെ വരുന്നു? തിക്ക് കോട്ടൺ. അതിൻ്റെ ഇത് മകവശമാണ്. ഇതെങ്ങനെ വരുന്നു? 44 ഇഞ്ച് വെടുത്ത് 120, 120 രൂപ. 44 ഇഞ്ച് വീതി, 120 രൂപയിലാണ് വരുന്നത്. അത് ഇനി നമുക്ക് വരുന്നത് ഇനി ഒക്കെ ഡാർക്ക് കളേഴ്സ് വന്നിട്ടുണ്ട്. വൈറ്റ് കളേഴ്സിൻ്റെ മാത്രം മുമ്പ് കാണിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് വീഡിയോസും കൂടെയൊക്കെ നോക്കണം കേട്ടോ. ഇത് ഇങ്ങനെ വരുന്നു. ഇത് കാംബ്രിക് കോട്ടണിലാണ് വരുന്നത്. 44 ഇഞ്ച് വെടുത്ത് 120, 120 രൂപ. കുർത്തിക്കും പറ്റും, നൈറ്റിക്കും പറ്റും, എല്ലാം പറ്റുന്നതാണ്. ഡാർക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് ലൈനിങ് ഇല്ലാതെ വേണം. നമ്മൾ ആ പക്ക കാംബ്രിക് കോട്ടൻ്റെ അത്രയും ട്രാൻസ്പെറൻ്റ് ആയതല്ല, കുറച്ചുകൂടെ ആ ഒരു റേഞ്ചിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം വരുന്നതാണ്. 120, 120 രൂപ. അപ്പോൾ അതൊരു ഓറഞ്ച് ആൻഡ് ബർഗണ്ടി ഷെയ്ഡിലെ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി ഒരു ബ്രിക്ക് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നത്. അതൊക്കെ നൈറ്റ് ചെയ്താലും കുർത്തി ചെയ്താലും കോട്ട് സെറ്റ് ചെയ്താലും ഒക്കെ ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വെടുത്ത് 120, 120 രൂപ. ഇങ്ങനെ വരുന്നു. കോട്ടൺ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നു അതിൽ ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ബ്ലാക്ക് ആണോ ബോട്ടിൽ ഗ്രീൻ ആണോ എന്ന് എനിക്ക്, ബ്ലാക്ക് അല്ലേ, ഗ്രീനാണ്. എനിക്ക് ഈ രാത്രി ലൈറ്റിൽ കളേഴ്സ് കുറച്ചായിട്ട് അതിവിടെ നിൽക്കുമ്പോൾ ഒരു വെപ്രാളം. 120, 120 രൂപ. ഇങ്ങനെ വരുന്നു. ഗ്രീനാണേ. പ്രായം ഇതിൻ്റെ ഒന്നും അല്ല, പക്ഷെ കണ്ണിന് എന്തോ ഒരു കാഴ്ചക്കുറവുണ്ടോ സംശയമുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, എല്ലാത്തിലും ബേസായിട്ട് ഓറഞ്ച് കളർ വരുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് കളേഴ്സിൽ വെറൈറ്റീസ് കാണിക്കൂ ചേച്ചി എന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ? നമുക്ക് ഓറഞ്ചിൻ്റെ ഒരു ടച്ചിലുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം വരുന്നു 120. 3 ഡിസൈൻ ഉണ്ട്. 1, 2, 3 ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോളൂ. അപ്പോൾ നൈറ്റി വേണ്ടവർക്കൊക്കെ ഇനി പെരുന്നാളിലേക്ക് ഒത്തിരി താമസിപ്പിക്കേണ്ട, വേഗം എടുത്തോളൂ. 120. പെരുന്നാളിന് മാത്രമല്ല, എല്ലാവർക്കും ഇനി സമ്മർ ഹോളിഡേയ്സ് ഒക്കെ വരികയാണ്. അപ്പോഴത്തേക്കും അതിലൊരു കളറും കൂടി ഉണ്ട് അല്ലേ. ഇതാ ബ്ലൂ ആൻഡ് ഓറഞ്ച് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 കളേഴ്സ് അതിൽ വരുന്നുണ്ട്. 120, 120 രൂപ. അപ്പോൾ ഇനി ഇതിനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ അങ്ങനെ വേണമെങ്കിലൊക്കെ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ വരുന്നു. 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ. അടുത്ത ഡിസൈനിൽ ഇതാ ഇങ്ങനെ വരുന്നു. എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയലാണ്. 44 ഇഞ്ച് എടുത്ത് നൈറ്റി എല്ലാം ചെയ്യാനും നൈറ്റി കുർത്തിയൊക്കെ ചെയ്യാനും നല്ലതാണ്. ഡാർക്ക് കളർ ചാർട്ടാണ്. 120, 120 രൂപ. 44 ഇഞ്ച് എടുത്ത് 120. നെക്സ്റ്റ് ഇതാ വരുന്നു ലീഫ് പാറ്റേണിൽ. ഇത് നമുക്ക് ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരുപാടില്ല, കുറച്ചുണ്ടെന്നാലും അത്യാവശ്യമുണ്ട്. ലീഫ് പാറ്റേണിൽ 44 ഇഞ്ച് എടുത്ത് 120. ഈ വർക്കിംഗ് ഡേയ്സിലൊക്കെ കുറേ വീഡിയോസ് മിസ്സായി പോയി എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതെല്ലാം കണ്ടോളൂ. അങ്ങനെ വരുന്നു. 120. നെക്സ്റ്റ് ഇതാ വരുന്നു നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡ്, ഓറഞ്ചിൻ്റെ ഒരു ഡാർക്ക് കളറിലാണ് വരുന്നത്. 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു. നേവി ബ്ലൂ, അതിൽ ഓറഞ്ച് ഫ്ലവേഴ്സ് ഇതാ വരുന്നു. 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവുക. അതിൽ ഞാനിത് ഇടയിൽ പറയണത് എന്താ അറിയോ, ചിലർ ഇൻട്രോ ഒക്കെ സ്കിപ്പ് ചെയ്ത് പോകും. എന്നിട്ട് അത് കാണില്ല, എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് ഈ ഓർഡർ ചെയ്യേണ്ട നമ്പറിലേക്ക് കണ്ടിന്യൂസ് ഫോൺ ചെയ്യും. എന്നിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കണില്ല പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, ആ 3 നമ്പറുകളിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. സ്ക്രീൻഷോട്ട് അയക്കുക, എത്ര മീറ്റർ ആണെന്നും കൂടെ പറയുക. ആ 3 നമ്പറുകളിലും കോൾ അറ്റൻഡ് ചെയ്യില്ല, കാരണം അവർക്ക് കോൾ അറ്റൻഡ്
ചെയ്യാനൊന്നും 1 by 1 എല്ലാ കോൾ അറ്റൻഡ് നമുക്ക് മെസ്സേജസ് കവർ ചെയ്ത് പോകണ്ടേ, റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ താമസം വന്നാൽ അതും പ്രശ്നമല്ലേ. അപ്പോൾ അതിന് സാവകാശം ആവശ്യമാണ്. വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിന് ഒരുപാട് പരിമിതികളുണ്ട്, അത് മനസ്സിലാക്കുക. ഒന്ന് കഴിഞ്ഞിട്ടൊരു മെസ്സേജ് കഴിഞ്ഞിട്ട് അടുത്ത മെസ്സേജ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് സാവകാശം ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കോൾ ചെയ്യേണ്ടി വിളിക്കേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിക്കാം. നിങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സിൽ സൺഡേ ലീവാണ്, ഓൺലൈനും ഓഫ്ലൈനും എല്ലാം ലീവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ ഓർഡർ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ഓർഡർ പ്ലേസ് ചെയ്യാം. മൺഡേ മോർണിംഗ് അവർ നോക്കി തുടങ്ങുള്ളൂ. സാറ്റർഡേ ഒക്കെ പഴയ വീഡിയോസിൻ്റെ ഒക്കെ മെസ്സേജ് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് താഴേന്നാണ് നോക്കി വരിക. ആദ്യത്തെ മെസ്സേജ് തൊട്ടിട്ട് അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ, പുതിയ ആൾക്കാർ എപ്പോഴും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഇപ്പോൾ കുറച്ച് പേർക്ക് പറ്റി 2 പ്രാവശ്യമൊക്കെ പേയ്മെൻറ്റ് കയറിപ്പോയി ഒട്ടും പരിഭ്രമിക്കേണ്ടാവും. നമ്മൾ നെക്സ്റ്റ് ഡേ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പറിൽ പറഞ്ഞിട്ട് ഓർഡർ നമ്പർ ചെയ്യുന്ന നമ്പറിൽ പറഞ്ഞിട്ടാൽ ഇമ്മീഡിയറ്റ്ലി റിപ്ലൈ കിട്ടിയില്ല പറഞ്ഞിട്ട് വരീഡ് ആവണ്ട അവർക്ക്. കാരണം ഒരു മെസ്സേജ് ഒന്ന് അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്തതിലേക്ക് പോയി, നിങ്ങളെ മുകളിലേക്ക് വന്നില്ലേ മെസ്സേജ്, അതിലേക്ക് പിന്നെ തിരിച്ചെത്തില്ല. അതാണ് പ്രശ്നം, അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇനി നമുക്ക് വീണ്ടും മെറ്റീരിയൽ കാണാം. ഇതൊന്ന് കസ്റ്റമർ കെയറിലാണ് അത് പറയേണ്ടത് കേട്ടോ. കസ്റ്റമർ കെയറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിടാം. ഇപ്പോൾ രാത്രിയൊക്കെയാണ് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയച്ചിടാം. രാവിലെ വന്നിട്ട് അവർ 1 by 1 ആയിട്ട് നോക്കിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേ ടൈമിലാണെങ്കിൽ അതിൽ വിളിച്ചാൽ കിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഈ 3 സ്ക്രീനിലുള്ള നമ്പറുകൾ ഓർഡർ എടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, ഇതൊന്ന് മനസ്സിലാക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഇതാ വരുന്നു, അടുത്ത കളറിൽ ഇതാ ഇങ്ങനെ വരുന്നു, ഒരു ബർഗണ്ടി ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ. അപ്പോൾ ഇതിൽ കണ്ടോ 2 ഷെയ്ഡ് ഉണ്ട്. ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ. ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും. 44 ഇഞ്ച് വിടുത്ത് 120, 120 രൂപ. അത് നമുക്കൊരു അജരക് പ്രിൻറ്റ് പോലെ വരുന്ന അത് ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത് 120, 120 രൂപ. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ചെയ്യാനും കുർത്തി ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഇതങ്ങനെ വരുന്നു. സോഫ്റ്റ് കോട്ടൺ, അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവും, സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇത് നേവി ബ്ലൂവിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രീൻ, ബോട്ടിൽ ഗ്രീനിൽ വരുന്നു. 44 ഇത് പക്ഷേ ഗ്രീൻ എനിക്ക് മനസ്സിലാവുണ്ട്, മറ്റേ പ്രിൻറ്റ് മനസ്സിലായില്ല. 44 ഇഞ്ച് വിടുത്ത് 120, 120 രൂപ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നത് ഒരു ബർഗണ്ടി ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്നു. ഇങ്ങനെ 44 ഇഞ്ച് വെടുത്ത് ബർഗണ്ടി എന്ന് പറഞ്ഞാൽ ഡാർക്ക് മറു, അത് തന്നെയാണ്. 44 ഇഞ്ച് വെടുത്ത് 120, 120 രൂപ അങ്ങനെ വരുന്നു. ലാസ്റ്റ് വൺ ഓറഞ്ച് വിത്ത് നേവി ബ്ലൂ വരുന്നു. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വെടുത്ത് 120. അപ്പോൾ അത് ഇഷ്ടം പോലെ ഡാർക്ക് കളർ ചാർട്ടിൽ വന്നിട്ടുണ്ട്. ലൈറ്റ് കളർ ചാർട്ട് വേണ്ടവർ കഴിഞ്ഞ ദിവസങ്ങളിലൊരു ലാസ്റ്റ് വീക്കൊക്കെ തോന്നുന്നു വൈറ്റ് ബേസിൽ കാണിച്ചിട്ടുണ്ട്, അത് നോക്കണം. അപ്പോൾ അത്രയാണ് നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് അത് വരുന്നു. ഇനി നമ്മൾ ഒരുപാട് ഹക്കോബസ് ഒന്ന് ഷോപ്പിൽ അവൈലബിളായ ഹക്കോബസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പുതിയ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ 2 കളറാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ലൊരു സുന്ദരി ബ്ലൂ, ആ സ്കൈ ബ്ലൂവിൻ്റെ ഒരു പൊടിക്ക് ഡാർക്കായ ആ ഒരു സുന്ദരി ബ്ലൂവിൽ ഇതങ്ങനെ വരുന്നു. ഇത് പ്രീമിയം ഹക്കോബയാണ്, കാംബ്രിക് കോട്ടണിലാണ് വരുന്നത്. ത്രെഡ് വർക്ക് വിത്ത് കട്ട് വർക്കാണ്. ഞാൻ കട്ട് വർക്കിന് ചുറ്റും ഇത് കണ്ടോ ഒരു വൈറ്റ് ത്രെഡ് കൊണ്ട് ഒരു ഔട്ട്ലൈൻ പോലെയും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഹക്കോബ എന്തായാലും പിന്നെ ലൈനിങ് വേണമല്ലോ. അപ്പോൾ ഇതിൽ 2 കളേഴ്സാണ് വരുന്നത്, ഒരു സുന്ദരി ബ്ലൂവും പിന്നെ നല്ലൊരു ഇടിവെട്ട് യെല്ലോ എന്ന് പറയാം. അടുത്തത് വരുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ പാറ്റേൺ വരുന്നത്. 300 റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത്, 300 രൂപ. ബിഗ് വിഡ്ത്താണ്. ബിഗ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഹക്കോബയുടെ വിഡ്ത്ത് ഞാൻ ഈ ബിഗ് വിഡ്ത്ത് ഒരുപാട് കാണിക്കുന്നുണ്ട്. ഏകദേശം 54 ഇഞ്ച് 53, 52 ഒക്കെയാണ് വിഡ്ത്ത് വരിക. ഒരു വർക്ക് പോർഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 50 ഇഞ്ചൊക്കെ കിട്ടുക. പക്ഷേ നിങ്ങൾ ഡിസൈൻ പാറ്റേൺ അനുസരിച്ചിട്ടാണ് ടോപ്പിന് മെറ്റീരിയൽ സെലക്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ കണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ വിഡ്ത്തിന് അധികം പ്രസക്തിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 45, 46 ഇഞ്ച് ലെങ്ത്ത് വേണ്ട ടോപ്പാണെങ്കിൽ 2.5 മീറ്റർ തന്നെ എടുക്കണം, ലെങ്ത്ത് വൈസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അല്ല വിഡ്ത്ത് വൈസ് എടുക്കാൻ പറ്റുന്ന ഡിസൈൻ ആണെങ്കിൽ 2 മീറ്റർ ഒക്കെ ധാരാളം മതി. 1.25 L സൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് എങ്ങനെയും എടുക്കാൻ പറ്റുന്ന ഡിസൈൻ ആണോ എന്ന് നോക്കിയിട്ടാണിത്. അല്ലാതെ ഒരു എക്സൽ ടോപ്പിന് എത്ര തുണി വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിന് ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങളുടെ സൈസ്, ഡിസൈൻ പാറ്റേൺ, മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് 44 ആണോ 52 ആണോ അതിനനുസരിച്ചിട്ടാണ് മെറ്റീരിയൽ വേണ്ടത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിൽ കസ്റ്റമർ കെയറിലൊക്കെ ചോദിച്ച് സമയം എടുക്കും. നിങ്ങൾ ഉള്ള ടൈലറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ പറയാം. ഇനി നമുക്ക് അതിൽ നെക്സ്റ്റ് വരുന്നത് അതിൽ നമ്മുടെ ഇടിവെട്ട് യെല്ലോ പറയില്ല, നല്ല ബ്രൈറ്റ് യെല്ലോ. ഹൽദി ഫംഗ്ഷനൊക്കെ ഉള്ളവരാണെങ്കിൽ മിസ്സാക്കണ്ട. കാരണം വൈറ്റ് ഹക്കോബയും കൂടെ കാണിക്കുന്നുണ്ട്. വൈറ്റിൽ ക്രോപ്പ് ടോപ്പും ഇതിലിങ്ങനെ സ്കേർട്ടും, ബ്ലൂവും ഭംഗിയുണ്ട്, ഇതിലും ഭംഗിയുണ്ട്. അപ്പോൾ ഫ്രോക്ക് മോഡൽ ചെയ്യണമെങ്കിലും നോർമൽ ടോപ്പ് ചെയ്യണമെങ്കിലും ഒക്കെ ഭംഗിയുള്ള സംഭവങ്ങളാണ്. ഇനി നമ്മൾ കുറച്ച് വേറൊരു പ്രിൻ്റഡ് ഒരു ഷിഫ്ലി വർക്ക് വരുന്ന കോട്ടൺ വിത്ത് ഒരു സംഭവം, ഒരു വെറൈറ്റി കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ ഇതിലേക്ക് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതിൽ 2 കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും 300, ഇത് വരുന്നു യെല്ലോ വരുന്നു 300 ഇങ്ങനെ വരുന്നു. അപ്പോൾ യെല്ലോ ഫാൻസ് മിസ്സാക്കണ്ട. നല്ല ബ്രൈറ്റ് ആൻഡ് ഫ്ലൂറസെൻ്റ് യെല്ലോ ആണ് ഇങ്ങനെ വരുന്നത്. 300 റുപ്പീസ്, 300 രൂപ. ഇനി നമുക്ക് വൈറ്റിൽ നമുക്ക് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട്. ഇത് ആ ഒരു സുന്ദരി ഹക്കോബ ഇങ്ങനെ വരുന്നു. ഇതെല്ലാം പ്രീമിയം കാംബ്രിക് കോട്ടണിൽ വരുന്നതാണ്. നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്കാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു 300 റുപ്പീസ്, 300 രൂപ. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺ വരുന്നത്. ക്ലിയർ അല്ലേ? എടുത്ത് കാണിക്കണ്ടല്ലോ.
ഇങ്ങനെ വരുന്നു. ഇതുണ്ട് ഇങ്ങനെ വരുന്നു 300. ഇതൊക്കെ ഇപ്പോൾ ഈ ഡിസൈൻ നോക്കൂ, ഇത് നമുക്ക് എങ്ങനെയും എടുക്കാം, ലെങ്ത് വൈസ് അങ്ങനെ മാത്രമില്ല. ഇത് കണ്ടോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 മീറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് നോർമൽ ടോപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഡിസൈനിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ടാണ് മെറ്റീരിയൽ. അപ്പോൾ വൈറ്റിൽ ഇതെങ്ങനെ ഒന്ന് അത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് സ്കേർട്ട് കൺസെപ്റ്റിലൊക്കെ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. വൈറ്റ് കൊണ്ട് ക്രോപ്പ് ടോപ്പ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഫെസ്റ്റിവലിനൊക്കെ ആണെങ്കിലും ഇനി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ ആ ഒരു കൺസെപ്റ്റിലൊക്കെ വൈറ്റ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇങ്ങനെ വരുന്നു. വിഷുവിലേക്ക് പറ്റിയ യെല്ലോ ആണ് കേട്ടോ, മിസ്സാക്കണ്ട. ഇങ്ങനെ യെല്ലോ. അപ്പോൾ ഇതിനെ എനിക്ക് തോന്നുന്നു സ്കേർട്ട് ടൈപ്പൊക്കെ വെയർ ചെയ്യുന്നവർക്ക് ഇതിൽ സ്കേർട്ടും ഇതിൽ ക്രോപ്പ് ടോപ്പും ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. ഇനി വൈറ്റിൽ 1 മോർ ഡിസൈൻ ഉണ്ട്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. അതിൻ്റെ ഡിസൈൻ പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ താഴേക്ക് വരുന്ന ഡിസൈന് അത് വേറൊരു ഭംഗിയാണ്. കാരണം അതൊരു പാനൽ കട്ടിൻ്റെ ഫീൽ തരും നമുക്ക്. ഇത് കണ്ടോ, ഇതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്, ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു എയർലൈൻ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പാനൽ കട്ട് ചെയ്ത ഫീൽ തരും. ഇങ്ങനെ. അപ്പോൾ 2.5 മീറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ നല്ല ഫ്ലെയർ ആയിട്ടൊരു എയർലൈൻ ടോപ്പ് ചെയ്യാൻ പറ്റും. അംബ്രല്ല കട്ടിംഗ് ഒക്കെ ചെയ്യാൻ യോക്ക് വെച്ചിട്ട് ക്രോസ് കട്ടിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 3 മീറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ നന്നായി ചെയ്യാം. നല്ല ഡബിൾ ക്രോസ് ആയിട്ട് ഫ്ലെയർ വേണമെങ്കിൽ കുറേ കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതുമായി നമുക്ക് അത്യാവശ്യം നോർമൽ ഫ്ലെയറിൽ നല്ല ടോപ്പ് ചെയ്യാൻ പറ്റും. 300 റുപ്പീസ്, 300 രൂപ അങ്ങനെ വരുന്നു. ഇനി കണ്ടോ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരുപോലെ തോന്നും. ഇതെല്ലാം വ്യത്യാസമുണ്ട്. പുതിയൊരു താരമാണ് ഇന്നത്തെ. അപ്പോൾ ഇതിൽ നമ്മൾ ദാമൻ ഏരിയയിൽ വർക്ക് വരുന്ന ഒരു ഹക്കോബ ടൈപ്പ് ഫാബ്രിക് ഒത്തിരി പേര് ഒരുപാട് നമുക്ക് ഒരുപാട് നമ്മൾ തുടക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. ഇത് നമ്പർ 1 ആണ്. ഇത് അങ്ങനെ വരുന്നു. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് അയക്കുന്ന കൂട്ടത്തിൽ നമ്പറും കൂടെ ശ്രദ്ധിച്ചേക്കുക. 1 വരുന്നു. അപ്പോൾ ഇതിലൊരു ഓറഞ്ച്, ഒരു പിങ്ക്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇത് നമുക്ക് വിഡ്ത്തുണ്ട്. 49 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്, 49 ഇഞ്ച് വീതി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു നോർമലി ഒരു ആൾക്കൊക്കെ ആണെങ്കിൽ 2 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ചെയ്യാൻ പറ്റും. കാരണം ലെങ്ത് വൈസ് കിട്ടുമല്ലോ. അപ്പോൾ ഇനി പ്ലസ് സൈസൊക്കെ ആണെങ്കിൽ ഒരു എക്സൽ ഓൺവേർഡ്സ് നമ്മൾ 3/4 സ്ലീവ് ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് 39 ഇഞ്ചാണ് 1 മീറ്റർ എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ബോട്ടം വിഡ്ത്ത് വരെ ടോപ്പിൻ്റെ 27 ഒക്കെ വരെ ഉള്ളവരാണെങ്കിൽ 2 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ സ്ലീവ് സൈഡിൽ നിന്ന് കിട്ടും. അല്ലാത്തവരാണെങ്കിൽ കുറച്ച് 2.25 2.5 എടുത്ത് ലെങ്ത്ത് നിങ്ങൾക്ക് എന്തായാലും 49 ഇഞ്ച് ഇതിന് വിടുത്തുള്ളത് കൊണ്ട് ഇതിങ്ങനെ കിട്ടും. അപ്പോൾ ദാമൻ ഏരിയയിൽ വർക്ക് വരുന്ന ടോപ്പ് പറഞ്ഞാൽ അതൊരു വെറൈറ്റിയാണ്. ഇത് അങ്ങനെ. ഇനി ഇതല്ലാതെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഞാനതിൽ കുറച്ച് അക്കോബാസിനെ ഒരുപാട് കാണിക്കുന്നുണ്ടല്ലോ. ആ അക്കോബകൾ കൊണ്ട് ക്രോപ്പ് ടോപ്പും ഇതുകൊണ്ട് സ്കേർട്ട് കൺസെപ്റ്റിൽ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ വരുന്നു. അപ്പോൾ 49 ഇഞ്ച് വിടുത്ത് 220 റുപ്പീസ് പെർ മീറ്റർ, 220 രൂപ. അതിന് ഒന്നിനെ ഞാൻ വിടുത്തിയിട്ട് അതിൻ്റെ തിക്നെസ് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വിടണം. ഞാൻ നമ്പർ കാണിച്ച ഭാഗം കൂടെ കാണിച്ചിട്ട് അങ്ങനെ വരും. കോട്ടണിൽ നല്ല ഷിഫ്ലി വർക്കും കട്ട് വർക്കും എല്ലാം കൂടെ കൂടിയ ഒരു സുന്ദരി മെറ്റീരിയലാണ്. ഇങ്ങനെ വരുന്നു. ഇത് കണ്ടോ, ദാമൻ ഏരിയയിൽ വർക്ക് ഇങ്ങനെ വരുന്നുണ്ടോ. കട്ട് വർക്ക് ഉണ്ട്, ത്രെഡ് വർക്ക് ഉണ്ട്, എല്ലാം കൂടെ കൂടിയിട്ടാണ് സംഭവം. അപ്പോൾ ഒരു പുതിയ വെറൈറ്റി. അപ്പോൾ നമ്മുടെ വെറൈറ്റീസ് എല്ലാം ട്രൈ ചെയ്യുന്നവർ മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു. അപ്പോൾ അപ്പർ ഏരിയയിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ട് കുർത്തിയായിട്ട് ചെയ്താലും ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. ഒരു നോർമൽ ഒരു സാധാ പ്രിൻറ്റഡ് കുർത്തിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനെ ഇതിൽ. അപ്പോൾ നമ്മളിതിൽ 8 വെറൈറ്റീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളത് 2 പ്രിൻറ്റ്, ഒരു പ്രിൻറ്റിൽ 4 കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് നോക്കി എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്പർ 1 ആണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത്. അങ്ങനെ വരുന്നു അത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്പർ 2. ഇങ്ങനെ നമ്പർ 2 വരുന്നത് ഈ അപ്പർ ഏരിയയിൽ നേരത്തെ വന്ന കളർ കണ്ടായിരുന്നു. ഇതിങ്ങനെ ഒരു യെല്ലോ ബേസാണ്. ഇതൊരു ലൈറ്റ് പീച്ചിലേക്കാണ് പോകുന്നത്. ഈ മോൾ ഭാഗത്തുള്ളത് ലൈറ്റ് പീച്ചിലേക്ക്. ഇലകൾ പച്ചയാണ്, ഇടയ്ക്കൊരു ബ്ലൂ ഉണ്ട്. പക്ഷേ ഇത് യെല്ലോ ആയിരുന്നു, ഇത് ലൈറ്റ് പീച്ചായിരുന്നു. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്. ഇത് പിങ്ക് ആണ് വരുന്നത്. ഒരു പിങ്ക് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇനി നമുക്കിത് ഇതുകൊണ്ടൊരു ഇന്നർ ചെയ്തിട്ട്, സ്ലീവ്ലെസ് ഇന്നർ ചെയ്തിട്ട്, നമ്മളിപ്പോൾ ആദ്യം കാണിച്ചതിൻ്റെ കൂടെ നമുക്ക് ഓറഞ്ച് വന്നില്ലേ, ആ ഓറഞ്ചിൻ്റെ കൂടെ നമുക്കിതാ ഇതുകൊണ്ട് ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ടൊരു കോട്ട് പോലെ അങ്ങനെ വേണമെന്ന് വെച്ചാൽ കോട്ടൺ ലവേഴ്സിന്. അപ്പോൾ രണ്ടും നല്ല ഹെവി കോട്ടൺ തിക്ക് മെറ്റീരിയലാണ്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഈ അക്കോബ നിങ്ങൾക്ക് പഴയ ആൾക്കാർക്ക് അറിയുണ്ടാവും. ഇങ്ങനെ വരുന്നു. ഹക്കോബയുടെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ പുതിയ ആൾക്കാർക്ക്. ഇത് കണ്ടോ, ഹെവി കട്ട് വർക്ക്, ത്രെഡ് വർക്ക്. ഇങ്ങനെ വരുന്നു. ഫുൾ കണ്ടോ, അതിൻ്റെ ഫുൾ വർക്കാണ്. ഇങ്ങനെ വരുന്നത്. വിടുത്ത് കുറഞ്ഞതാണ്. 43 ഇഞ്ച് ടോട്ടൽ വിടുത്ത് വരുന്നു. 2 സൈഡിലും വർക്ക് പോയിട്ട് നമുക്കൊരു 39 ഒക്കെ കിട്ടുള്ളൂ. ഇത് പക്ഷേ 300 റുപ്പീസാണ്. ഹെവി ഹക്കോബയാണ്. ഇതങ്ങനെ വരുന്നു. അപ്പോൾ ഇതുകൊണ്ട് കോട്ട് കൺസെപ്റ്റിലോ അല്ലെങ്കിൽ ഷ്രഗ് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പറ്റും. ഇനി ഈ ഒരു പിങ്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെ പിങ്കിൽ പാനൽ കട്ട് പോലത്തെ ഇങ്ങനെ ഉണ്ട്. ഇത് കണ്ടോ,
ഇത് ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ വരുന്നു, ഇതും 300. ഇത് ഹക്കോബാസ് എല്ലാം പ്രീമിയം ഹക്കോബയാണ്, കാംബ്രി കോട്ടണിൽ വരുന്നതാണ്. PC കോട്ടണിൽ വരുന്നത് 130 അവൈലബിൾ ആണ്. കുറച്ച് കളേഴ്സൊക്കെ ഞാനിതിന് മുമ്പ് കുറച്ചായില്ലേ ഇപ്പോൾ ചെയ്തിട്ട്, നമുക്ക് ഷോപ്പിലുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ ഡാർക്ക് പിങ്ക് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഇത്, ഈ ട്രെൻഡിങ് കളേഴ്സാണല്ലോ ഇതെല്ലാം, ഡാർക്ക് കളേഴ്സ്, ഹിഡിവെട്ട് കളേഴ്സ്. അപ്പോൾ അതിലിത് അങ്ങനെ വരുന്നു 300 റുപ്പീസ്, 300 രൂപ. അപ്പോൾ ഈ ഒരു പിങ്കും ഓറഞ്ചും ഇതിൽ കുറേ എണ്ണത്തിന് ചേരും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയുള്ളൂ, ഇത് കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇത് നമ്പർ 2 ഇത് ഇങ്ങനെ വരുന്നു, ഈ ഫ്ലവറും ഇങ്ങനെ വരുന്നു. അപ്പോൾ ഒരു പുതിയ റൈറ്റാണ്, പുതിയ വെറൈറ്റിയാണ്. കാരണം ഒരു കോട്ടൺ ലൈൻ, അത്യാവശ്യം ഇത് ഹെവി മെറ്റീരിയൽ ആയതുകൊണ്ടേ ഇങ്ങോട്ട് താഴേക്ക് ലൈനിങ് കൊടുക്കണ്ടേ, ഇവിടം വരെ കൊടുത്താൽ മതി. അപ്പോൾ ഇതിലും ഈ ഭാഗത്തേക്ക് നമ്മളൊരു കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് കൊടുത്താൽ മതി, അല്ലാതെ ക്രേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് അങ്ങനെ വരുന്നു. അപ്പോൾ അതങ്ങനെ. ഇനി അതിൽ നെക്സ്റ്റ് വരുന്നത് നമ്പർ 3 വരുന്നതും ഒരു ഓറഞ്ച് ബേസ്, ഓറഞ്ച് ആൻഡ് ഗ്രീൻ ബേസാണ്. ഇതിൽ സംഭവം എല്ലാം വ്യത്യാസമുണ്ട് ഇതിൽ വരുന്നത്. ഇവിടെ വരുന്നത് ഒന്നും കൂടെ ഒരു പീച്ച് കളറാണ് വരുന്നത്, ലൈറ്റ്. ഇത് നമുക്കൊരു ഇങ്ങനത്തെ ഒരു പീച്ചാണ് വന്നിരുന്നത്, ഒരു സാൽമൺ കളറിൻ്റെ ലൈറ്റ്സ് ഓറഞ്ച് കളർന്ന പീച്ചായിരുന്നു. ഇതൊന്നുകൂടെ ഒരു പിങ്ക് കളർന്നൊരു പീച്ചിലേക്കാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. താഴത്തെ കളറ് ഇതാ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്പർ ഇട്ടിരിക്കുന്നത്, തിരിച്ചറിയാൻ വേണ്ടി. ഇപ്പോൾ ഏതെങ്കിലും ആയാലും ഏതെങ്കിലും ഒന്ന് കുറച്ച് വ്യത്യാസം മാറിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, എല്ലാം ഏകദേശം നമുക്കൊരു നല്ലൊരു ഭംഗി, ഒരേ ലുക്ക് തരുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇങ്ങനെ വരുന്നു. 220 രൂപ. 2 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഒരു ടോപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു ഇത്. ഇനി ഇതല്ലാതെ നമുക്ക് പ്ലെയിൻ ഹക്കോ വരെ ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് പലാസോ അല്ലെങ്കിൽ സ്കേർട്ട് പോലെ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനെ വരുന്നു 220. അങ്ങനെ. ഇനി അതിൽ 4th കളർ ഇതാ വരുന്നു, ഇങ്ങനെ വരുന്നു. ഇതും ഒരു ലൈറ്റ് സാൽമൺ തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു യെല്ലോ ആൻഡ് ഒരു ഗ്രീൻ ഒക്കെയാണ് വരുന്നത്. 4th കളർ ഇങ്ങനെ വരുന്നു. ഇവിടെ കണ്ടോ ഒരു ഫ്ലൂറസൻ ഗ്രീൻ വരുന്നത്. ഇതിലൊക്കെ ഇതുകൊണ്ടൊക്കെ വേണം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് ഓർഡർ എടുക്കാനുള്ളവർക്കും കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ. ഇങ്ങനെ വരുന്നു 220, 220 രൂപ. അപ്പോൾ അതിലായിരുന്നു 4 ഡിസൈൻ ഒരുപോലെ കളേഴ്സ് ചേഞ്ച് ആയിട്ട് വരുന്നത്. അങ്ങനെ. ഇനി അതിൽ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ വേറൊരു ഫ്ലോറൽ ചാർട്ടിൽ ഇങ്ങനെ വരുന്നു. ഇത് വരുന്ന ഒന്നുകൂടെ ഒരു ഡാർക്ക്. അപ്പോൾ അതിൽ ഒരു ലൈറ്റ് ഗ്രീനോ ഒരു ലൈറ്റ് പീച്ച് എടുത്ത ആൾക്ക് ഇതിൽ ഈ ഒരു ഡിസൈനിൽ എടുത്താൽ മതി. ഇങ്ങനെ വരുന്നു. ഇതും സെയിം വിഡ്ത്ത്, 49 ഇഞ്ച് വീതി, 49 ഇഞ്ച് വിഡ്ത്താണ് വരുന്നത്. ഇത് ഇങ്ങനെ വരുന്നു. അതിൽ നമ്പർ ഞാൻ കാണിച്ചു, നമ്പർ 5 ആണ്. ഇങ്ങനെ വരുന്നു 220. ഇവിടെ ഒരു ഡാർക്ക് ഓറഞ്ച് പോലെ വരുന്നു. ഇതിങ്ങനെ ഒരു ബ്രിക്ക് റെഡിൻ്റെ ഓറഞ്ചിൻ്റെ ഇതുപോലെ കളറാണ് വരുന്നത്. 44 ഇഞ്ച് വെടുത്ത് 220, 220 രൂപ. അങ്ങനെ വരുന്നു. അപ്പോൾ അതിന് നമുക്ക് ആ ഓറഞ്ച് ഹക്കോബ വേണമെങ്കിൽ ചേരും. ഇതിൽ നമുക്ക് ആ പിങ്ക് ഹക്കോബ ചേരും. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരും. ഇത് നമ്പർ 6 ആണ്. ഇങ്ങനെ വരുന്നു. ആ പിങ്ക് ദാമൻ ഏരിയയിൽ വർക്ക് വരുന്നത്. ഈ ഒരു മെറ്റീരിയൽ നിങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കൂ. കണ്ടോ, ഇങ്ങനെ വരിക. സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ടോപ്പ് വെയർ ചെയ്തുമ്പോൾ നമുക്കൊരു പ്രിൻ്റഡ് ടോപ്പിൻ്റെ മാത്രം ലുക്കല്ല വരിക, ആ താഴേക്ക് ആ ഒരു വർക്കും കൂടെ വരുന്നത് കൊണ്ട് അതിങ്ങനെ വരും. മുകളിൽ ഇങ്ങനെ വർക്ക്, എന്നിട്ടൊരു പിങ്ക് ബോട്ടവും ഒരു പിങ്ക് ദുപ്പട്ട ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ വെയർ ചെയ്യാം. കോട്ടൺ ഒരു കോളറിനൊക്കെയുള്ള കോട്ടൺ ടോപ്പൊക്കെ വെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. കംഫർട്ടബിളായിട്ട് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിലും ചെയ്യാൻ പറ്റും. പിങ്ക് ഒക്കെ അതിന് ചേരും. നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ ആണ്. ബ്ലൂ ആൻഡ് ഗ്രീനും സംഭവങ്ങളെല്ലാം കൂടെ കൂടിയ ഇങ്ങനെ വരുന്നു. ഇത് നമ്പർ 7 ആണ്. നമ്പർ 7 വരുന്നത് ഇങ്ങനെ ബിഗ് വിഡ്ത്ത് തന്നെയാണ്. 49 ഇഞ്ച്, 49 ഇഞ്ച് വീതി, 48 ഇഞ്ച് വീതിയുണ്ട്. ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു ബ്ലൂ ഹക്കോബ കണ്ടോ, ഇതാ ഒരു വെറൈറ്റി ഹക്കോബ. അപ്പോൾ ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് കുഞ്ഞൻ ഹക്കോബയാണ്. 44 ഇഞ്ച് വിഡ്ത്താണ്. പക്ഷേ ആൾ വർക്ക് നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇതുണ്ട് കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നു. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 280 റുപ്പീസ് മീറ്റർ, 280 രൂപ. ഇങ്ങനെ വരുന്നു. 280 ആണോ 250 ആണോ അവർ ഓർഡർ എടുക്കുമ്പോൾ കൺഫേം ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. നമ്മൾ അജ്രക്കിൻ്റെ പാച്ച് വർക്ക് സാരിയൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെ സാരി ചെയ്യാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചോയ്സാണ് കേട്ടോ ഇത്. ഈ ഒരു ബ്ലൂവിൻ്റെ കൂടെ അജ്രക് പാച്ച് വർക്ക് നമ്മൾ പുതിയ ആൾക്കാർക്ക് അറിയുണ്ടാവില്ല അല്ലേ. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് ദുപ്പട്ട എടുത്ത് കണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അജ്രക്കിൻ്റെ പാച്ച് വർക്ക് ദുപ്പട്ട സാരി എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്, സ്കേർട്ടൊക്കെ. അപ്പോൾ പാച്ച് വർക്ക് ആ ബോർഡേഴ്സൊക്കെ വെച്ചിട്ട് സാരി ആക്കേണ്ടവർക്കും അങ്ങനെയും ആക്കാം. ഇനി ഇതെല്ലാം കൊണ്ട് സ്കേർട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ആക്കാം. അപ്പോൾ ഈ ഒരു ഇതിനെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. 250 ആണോ 280 ആണോ എന്നൊന്ന് ഓർഡർ ചെയ്യുമ്പോൾ അവർ കൺഫേം ചെയ്ത് പറയൂ കേട്ടോ. അങ്ങനെ വരും. ഇനി ഇതങ്ങനെ വരുന്നു ഗ്രീൻ. ഈ ഗ്രീനിൽ നമുക്കൊരു ഡാർക്ക് ഗ്രീൻ ഹക്കോബ ഉണ്ട്. അത് ഞാനിന്നിവിടെ ഷോപ്പിൽ കണ്ടില്ല. ഇനി അത് ഗോഡൗണിലാണോ എന്നറിയില്ല. അതിൽ കൂടെ ഗ്രീനും യെല്ലോയും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു.
നമ്മൾ 220 രൂപ. ബിഗ് വിഡ്ത്ത് 49 ഇഞ്ച് വിഡ്ത്ത്. അതിൽ നമ്പർ വരുന്നത് 8 ആണ്, 8ാം നമ്പർ. അപ്പോൾ അതായിരുന്നു നമ്മുടെ 8 ഡിസൈൻസ് വരുന്നത്. ഇങ്ങനെ ഇനി നമുക്ക് കോട്ടൺ അല്ല, ഡൂപ്പിയൻ സിൽക്കിൽ ബുട്ടീസ് വരുന്നത്. ഓരോ പേര് പഠിച്ചു വെക്കേണ്ടത്, എന്തൊക്കെ സംഭവം പഠിക്കുന്നപ്പോൾ എന്നറിയോ. അപ്പോൾ അതിൽ ഡൂപ്പിയൻ സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ വരും. എൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. ലൈനിങ് വെച്ചിട്ട് വേണം ചെയ്യാൻ, കുർത്തി ചെയ്യാനൊക്കെ. നമ്മളൊരു സിൽക്ക് കൺസെപ്റ്റിൽ, എന്നാൽ ഹെവി സിൽക്ക് എന്ന് വേണ്ടാത്തവർക്ക് അങ്ങനെ ഒരു രീതിയിലുള്ളൊരു വെറൈറ്റി സിൽക്ക് എന്ന് പറയാം. ഇങ്ങനെ വരുന്നു. പ്ലെയിൻ ഡൂപ്പിൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വരുന്ന വർക്ക് ഇങ്ങനെ വരും. വീവിങ് ബുട്ടാസാണ് വരുന്നത്. ഇത് നല്ല ഡാർക്ക് മെറൂണാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പൊക്കെ പ്ലെയിൻ ടോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ശരിക്കും ആ ഒരു എക്സാക്ട് ലുക്ക് കിട്ടണമെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ടോപ്പ് ആൻഡ് ബോട്ടം 160 ആണ്. 44 ഇഞ്ച് എടുത്ത് 160, 160 രൂപയാണ് വരുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടം ലൈനിങ് ഇട്ടിട്ട് ഒരുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും. എന്നിട്ട് ഒരു ചിക്കു കളർ ദുപ്പട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ മൊഡാലിൻ്റെ ഒരു ലൈറ്റ് ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെ ആവാം. സാധാരണ നമ്മളൊരു ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ 44 ഇഞ്ച് എടുത്ത് 160, 160 രൂപ. ഡൂപ്പിയൻ സിൽക്കിലെ ബുട്ടീസ്. അതിൽ നെക്സ്റ്റ് വരുന്നത് നല്ല റാണി പിങ്ക് കളർ. നമ്മൾ സ്ലബ് സിൽക്കിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ ഫീൽ സ്ലബ് സിൽക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിൽ കണ്ടോ, ആ ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ പോലത്തെ ഒരു ഫീൽ വരുന്ന സംഭവം തന്നെയാണ്. ഇങ്ങനെ വരും. അപ്പോൾ അതിൽ ഈ ഡിസൈൻ പാറ്റേൺ നമ്മളിത് ലെങ്ത് വൈസ് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇങ്ങനെ വരും. അപ്പോൾ പിങ്കൊക്കെ ചെയ്യുന്ന പിങ്ക് ലവേഴ്സ് ഇത് കണ്ടോ, ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. 44 ഇഞ്ച് വിഡ്ത്ത്. ഓരോ കളറിൻ്റെ ഏത് കളർ ഇതാണ്ട് അകവശം കണ്ട് ഇങ്ങനെ വരിക. വീവിങ് പാറ്റേണിലെ ത്രെഡ്സ് വരുന്നത്. ലൈനിങ് ഇട്ടിട്ട് ചെയ്യാം, കോട്ടൺ ലൈനിങ് ഇട്ടാൽ മതി. 160. നെക്സ്റ്റ് വരുന്നത് പീക്കോക്ക് ബ്ലൂ, ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ഇങ്ങനെ വരുന്നു. അതിൽ അങ്ങനെ ഓരോന്നിൻ്റെയും ബുട്ടീസ് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് സാരിയായിട്ട് കട്ട് ചെയ്തെടുക്കണോ, കാരണം കുറച്ചൊരു സ്റ്റിഫ് മെറ്റീരിയലാണ്. ഈ സാരിക്കും പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. ഇങ്ങനെ വരുന്നു. അത് കാരണം ഇപ്പോൾ വെറൈറ്റി സാരീസാണല്ലോ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ബോർഡറും ലേസും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ആവാം. അങ്ങനെ പറ്റ കുഴഞ്ഞ് കിടക്കും മൊഡാല് പോലത്തെ ആ ഒരു സംഭവമല്ല കേട്ടോ. അത് അങ്ങനെ വരുന്നു. 160, 160 രൂപ അങ്ങനെ വരുന്നു. മൊഡാല് 450. അതിൻ്റെ രണ്ടും തമ്മിൽ അനീവുറുമ്പും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. 460 അങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് വൈൻ പർപ്പിളിൻ്റെ ആ ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇതെങ്ങനെ വരുന്നു. നമ്മൾ വയലറ്റ് കളർന്ന പർപ്പിൾ എന്ന് പറയുന്നത് വയലറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടേക്ക് എത്തിയിട്ടില്ല, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 44 ഇഞ്ചാണ് എടുത്ത് വരുന്നത്. 160, 160 രൂപ ഇങ്ങനെ വരുന്നു. ഇതതിൻ്റെ അകവശം ഇങ്ങനെ വരും ടോപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ. ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. 160, 160 രൂപ. അപ്പോൾ നമ്മൾ 4 ഡാർക്ക് കളേഴ്സ് കണ്ടു. ഇനി അത് ലൈറ്റ് കളർ വരുന്നു യെല്ലോയിൽ. നമ്മൾ ഒരു നല്ല സുന്ദരി യെല്ലോയിൽ ഇങ്ങനെ വരുന്നു. എല്ലാം ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇങ്ങനെ വരും. 44 ഇഞ്ച് വിഡ്ത്താണ് വരുന്നത്. 160, 160 രൂപ അങ്ങനെ വരുന്നു. ഇനി ഹക്കോബാസ് ഒക്കെ കാണിക്കുമെന്ന് പറഞ്ഞാൽ ഈ മൊഡാലിൻ്റെ ഒരു ദുപ്പട്ടയൊക്കെ ഇട്ടിട്ട് വീഡിയോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല പാടാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഹക്കോബാസ് ഇതുണ്ടോ ഈ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. ഇനിയുണ്ട്. ഇനി എടുത്താൽ ഇന്ന് വീഡിയോ ഒരു 1 hour ആവും. അപ്പോൾ ഞാനെന്തല്ലേ. അപ്പോൾ ഇത് നോക്ക്, നമ്മൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം. സാൽമൺ കളറിൽ ഇതെല്ലാം ക്യാമ്പ്രിക് കോട്ടണിൽ പ്രീമിയം ഹക്കോബ വരുന്നത്. കട്ട് വർക്ക് ആൻഡ് ത്രെഡ് വർക്കിൽ വരുന്ന ഡിഫറൻസസേ ഉള്ളൂ. ഇങ്ങനെ വരുന്നു. നമുക്ക് കുറേ മുമ്പ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് ബൾക്ക് വന്നില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഇപ്പോൾ അടുത്ത് കാണിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതിങ്ങനെ വരുന്നു. 250 റുപ്പീസ് പെർ മീറ്റർ, 250 രൂപ ഇങ്ങനെ വരുന്നു. സാൽമൺ കളറിലാണ് വരുന്നത്. ഇനി യെല്ലോയുടെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട്. യെല്ലോ ഡാർക്ക് കളർ ഹക്കോബ ഏതായാലും കളർ ഗാർഡ് എന്തായാലും ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ കാരണം അത് പക്ക കോട്ടണിലാണ് വരുന്നത്. നല്ല ക്യാമ്പ്രിക് കോട്ടണിലാണെങ്കിലും ഇതിൻ്റെ ഡൈ ഒക്കെ ചിലപ്പോൾ കളർ ബ്രീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും കളർ പോകാനിടയുണ്ട്. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യണം. കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തവർ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടെന്ന് നോക്കണേ. അപ്പോൾ ഇതെല്ലാം ബിഗ് വിഡ്ത്തിൽ ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നു. 300 റുപ്പീസ് മീറ്റർ ഇതിന് വരുന്നത്. 52-50 വർക്ക് ഏകദേശം 50 ഇഞ്ച് വരും. നല്ല ഒരു യെല്ലോ കളറിൽ 52 ഇഞ്ച് വർക്ക് ഉണ്ടാവില്ല, 50 ഒക്കെ ആയിരിക്കും. 300. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പിസ്ത. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു. ഇതെല്ലാം ക്യാമ്പ്രിക് കോട്ടണിൽ തന്നെയാണ്, പ്രീമിയം ഹക്കോബയാണ്. ഇങ്ങനെ വരുന്നു. 300 റുപ്പീസ്, 300 രൂപ അങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഫ്ലൂറസൻ ഗ്രീൻ എന്നല്ലേ പറയുക അതിന്. ആ ഒരു പാരറ്റ് ഗ്രീനിൻ്റെ ആ ഒരു ലൈറ്റ് ഷെയ്ഡ്. അതിന് വേറെ എന്തോ ഒരു സുന്ദരി ഗ്രീൻ പേരുണ്ട്. ഇങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്താണ് വരുന്നത്. 300 റുപ്പീസ്, 300 രൂപ. അപ്പോൾ ഒരു വെറൈറ്റി ഹക്കോബാസിൻ്റെ കളക്ഷൻസ് ടോപ്പുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലൊക്കെ നമുക്ക് ചിലതിനൊക്കെ നമ്മൾ ആദ്യം കാണിച്ചില്ലേ ദാമനേരിയയിൽ വർക്ക് വരുന്ന അതിൻ്റെ കൂടെ ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. 300, 300 രൂപ. നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക്.
അപ്പോൾ ബ്ലാക്ക് അക്കോബയിൽ പാച്ച് വർക്ക് ദുപ്പട്ടയൊക്കെ ചെയ്യേണ്ടവർക്ക് നല്ലൊരു ഡിസൈനാണ്. ഇങ്ങനെ വരുന്നു 300. നൂല് പിടിച്ചതാണ് ഇങ്ങനെ വരുന്നു. അതിൻ്റെ സിംഗിൾ ലെയർ എടുത്ത് കാണിച്ചു തരാം. 300 റുപ്പീസാണ്. കാംബ്രി കോട്ടണിലെ പ്രീമിയം ഹക്കോബ തന്നെയാണ്. ബ്ലാക്കിൽ ഇനി വേറെ ഡിസൈനും എടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടൊരു ടോപ്പ് ചെയ്യേണ്ടവർക്കും ഒക്കെ നല്ലതാണ്. ബ്ലാക്കിൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് തരും. അങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നത് വൈറ്റിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് നമുക്ക് ആദ്യം കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നതിൽ നമുക്ക് കലങ്കാരിയുടെ കൂടെ ഇത് എപ്പോഴും കൂടുതൽ പോകാറുള്ളത്. കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, അത് വാങ്ങുന്നവർക്ക് ഇത് അതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് നല്ലതായിരിക്കും. ഇതെങ്ങനെ വരുന്നു. അപ്പോൾ അജ്രക് ദുപ്പട്ടാസിൻ്റെ വീഡിയോ കണ്ടില്ലേ, അതിൽ ഇനി ആ ബോട്ടം ടോപ്പ് മെറ്റീരിയൽ എല്ലാം കൂടിയിട്ട് ഞാനിനി എല്ലാം ഫുൾ സ്റ്റോക്ക് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാം. ഇങ്ങനെ വരുന്നു. ഇത് അപ്പോൾ ആ അജ്രക് കലങ്കാരിയുടെ ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ കൂടെ ഇത് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. ഇതുകൊണ്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാം. വൈറ്റിൽ ഫുൾ ത്രെഡ് വർക്കാണ് വരുന്നത്. 300 300 രൂപ അങ്ങനെ വരുന്നു. ഇനി പീച്ചിൽ ഒരു സെൽഫ് ത്രെഡ് വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണിത്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. പീച്ച് കളറിലാണ് വരുന്നത്. ഡാർക്ക് കളേഴ്സിനൊക്കെ അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ്സും ഫിനിഷിങ്ങും എല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ട് കളർ ഗാർഡ് എന്തായാലും ഉപയോഗിക്കണം. പക്ക കോട്ടൺ ആണ് വരുന്നത്. 280 280 രൂപ ഇങ്ങനെ വരുന്നു. ത്രെഡ് വർക്ക് കണ്ടില്ല, ഇങ്ങനെ സെൽഫ് വർക്കാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു 280. നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഭംഗിയില്ല സുന്ദരി ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ഏകദേശം ഒരു സാമ്യമുള്ള കളറിലാണ് ഞാൻ കുർത്തി ഒരു ജോർജറ്റ് അക്കോബ ദുപ്പട്ടയുടെ കൂടിയ കുർത്തി കാണിച്ചില്ലേ, അപ്പോൾ അതിൽ ഇങ്ങനെ ഇതിൽ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽ നമുക്ക് ജോർജറ്റ് അക്കോബ ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് വേണമെങ്കിലേ ജോർജറ്റ് അക്കോബയുടെ ഞാനൊരു ഷോർട്ട്സ് ചെയ്തിടാം കേട്ടോ. ഇത് കേട്ടോ, ഇത് 260 260 രൂപ. അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ ബൾക്കായിട്ട് ചെയ്ത് വെച്ചതാണ്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയായിട്ടൊക്കെ വേണമെങ്കിലും ഒക്കെ എടുക്കാം. ഇവിടെ ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഷിഫ്ലി ആൻഡ് ജോർജറ്റ് അക്കോബയൊക്കെയാണ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവർ പല ആൾക്കാരും ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. ഞാൻ ആ ദുപ്പട്ട ചെയ്ത സംഭവം സ്റ്റിച്ചിങ്ങിലേക്ക് പോയിരിക്കുകയെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, അതുണ്ട്, വേണ്ടവർക്ക് കിട്ടും. ഇതെങ്ങനെ വരുന്നു. ഇവിടെ ഉണ്ട് ഇതെല്ലാം ഷിഫ്ലി 220. ഇത് കോട്ടനാണ്. ഇത് ജോർജറ്റ് അക്കോബ എല്ലാം വരുന്നത് 260 പെർ മീറ്റർ 260 രൂപ അങ്ങനെ വരുന്നു. അപ്പോൾ ഇത് 300 300 രൂപ അങ്ങനെ വേണം. അപ്പോൾ ഈ ഒരു വർക്ക് കണ്ടില്ല, ഈ ഒരു വർക്ക് നമ്മളെ വൈറ്റ് ഇതിൽ കണ്ട നേരത്തെ അക്കോബ കണ്ടത് ഇതാണ്. ഇനി അതിലിത് കണ്ടോ, 2 കളേഴ്സ്. ഇതൊരു ഡാർക്ക് ഗ്രേ വരുന്നു ഇങ്ങനെ. ഇതിലെന്താ പറയുക, ഒരു പേസ്റ്റൽ ഗ്രേ എന്നൊക്കെ പറയാം, ഒരു ബ്ലൂ ടച്ച് വരുന്ന ഗ്രേ. ഇതെല്ലാം ആ ഒരു സെയിം കട്ട് വർക്കാണ് വരുന്നത്. നമ്മൾ സ്ക്രീൻഷോട്ട് മാറണ്ട. ഇത് 1 ഇത് 2. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ച് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ മെറൂണോ റെഡോ ഒക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയുണ്ടാവും. ഇത് ഇങ്ങനെ വരുന്നു. 300 300 രൂപയാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ എടുക്കാത്തത് കൊണ്ട് അകത്ത് വെച്ച് കാണിച്ചു തരാൻ. ഇത് നമ്മുടെ PC കോട്ടണിലൊക്കെ അല്ല, ഇത് നമ്മളെ PC കോട്ടൺ തന്നെ. ഇത് 180 അക്കോബയാണ്. റണ്ണി പിങ്ക് വരുന്നത് 180. അതിൽ ജസ്റ്റ് പ്ലെയിൻ ഇവിടെ എടുക്കാത്തതുകൊണ്ടാണ് ഇത് കാണിച്ചത്. കണ്ടോ, നമ്മൾ ഏത് കളർ, ഇപ്പോൾ യെല്ലോ റെഡ് മെറൂൺ പീച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 300. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഈ ഡാർക്ക് കളേഴ്സ് ബ്ലാക്കിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഭംഗിയുണ്ടാവും. കോൺട്രാസ്റ്റ് വെച്ചാൽ ലൈറ്റ് കളേഴ്സിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് 300 300 രൂപ അങ്ങനെ വരുന്നു. ഇനി നമ്മുടെ ലെമൺ യെല്ലോ, ലൈറ്റ് ലെമൺ യെല്ലോയിൽ വരുന്നു. ഇങ്ങനെ ബേബി യെല്ലോ എന്നൊക്കെ പറയില്ലേ, ആ സംഭവം ഇതാ ഇങ്ങനെ വരുന്നു. ബേബി യെല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മളെ കസ്തൂരി മഞ്ഞളിൻ്റെ ഓർഡേഴ്സ് ബേബിച്ചാൻ എടുത്ത് അയച്ചു കൊടുക്കും. ബേബിച്ചാൻ ഈ ഓൺലൈൻ ഫീൽഡിനും അത്ര എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ 1-2 പേര് പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ട്, അഡ്രസ്സ് അയച്ചിട്ടില്ല പറഞ്ഞു. അപ്പോൾ പേയ്മെൻറ്റ് അയക്കും, പേയ്മെൻറ്റ് റെസിപ്റ്റും അയക്കുക, ഒപ്പം ഫുൾ അഡ്രസ്സും ഒക്കെ അയച്ചു കൊടുക്കണം. ഇതിനെ ആർക്കുറിച്ച് അറിയാത്തൊരു വെനസ്ഡേ വീഡിയോ നോക്കിയാൽ മതി. അതിൽ നാച്ചുറൽ പ്രൊഡക്റ്റ് നമ്മൾ എൻ്റെ ഹസ്ബൻഡ് എംസാൻ്റെ ബ്രദറാണ് ചെയ്യുന്നത്. കസ്തൂരി മഞ്ഞളും ഉണ്ട്, നല്ല നാടൻ മഞ്ഞളും ഉണ്ട്. അത് കണ്ടൻറ്റ് മാറി ചെയ്യുന്നതും പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. അത്ര നല്ല സംഭവം ആയതുകൊണ്ടാണ് അതിനെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. പുതിയ ആൾക്കാരാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. പ്യുവർ സാധനമാണ്, ഒറിജിനലാണ്, നമ്മളിവിടെ ചെയ്തുണ്ടാക്കുന്നതാണ്. കാരണം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കസ്തൂരി മഞ്ഞളും കുറ്റം പറയല്ല, അത് മിക്കവാറും മഞ്ഞക്കൂവ പറഞ്ഞ സാധനം, അത് നമുക്ക് മുഖത്തിടുമ്പോൾ ഒരു പുകച്ചിൽ വരും. ഇതാണ് കസ്തൂരി മഞ്ഞൾ റിയൽ വരുന്നത്. ഇത് നമുക്ക് കടലമാവിൽ കസ്തൂരി മഞ്ഞളും കൂട്ടി ഇച്ചിരി തൈരോ അല്ലെങ്കിൽ തേനോ കൂട്ടി തേച്ചാൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ. പിന്നെ നല്ല മഞ്ഞൾപ്പൊടി ഉണ്ട്, അതുകൊണ്ട് ഇത് അപ്പോൾ അതിനെ ഇങ്ങനെ വേറെ രീതിയിലൊന്നും എടുക്കണ്ട. അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം ബേബി യെല്ലോ പറഞ്ഞപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ അത്രേ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത ആൾക്കാർ അതൊന്ന് ശ്രദ്ധിക്കണേ. അതങ്ങനെ വരുന്നു. അപ്പോൾ ഇത് വരുന്നു ലൈറ്റ് ലെമൺ യെല്ലോയിൽ 300 റുപ്പീസ് 300 രൂപ ഇങ്ങനെ വരുന്നു. അത് ഇനി ബ്ലാക്കിൽ തന്നെ ഹെവി കട്ട് വർക്ക് വരുന്നു. ഇങ്ങനെ വരുന്നു. ഇത് 350. ഇത് കണ്ടോ, ഹെവി കട്ട് വർക്ക് ത്രെഡ് വർക്ക് വരുന്നു. ഇങ്ങനെ
ബ്ലാക്കിൽ. അപ്പോൾ ഈ വലിയ ഹോൾസ് വരുന്നതിൻ്റെ ഉള്ളിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ലൈനിങ് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഈ ഒരു പേസ്റ്റൽ ഗ്രീനിൽ ഇത് അങ്ങനെ വരുന്നു ഹക്കോബ. ഇങ്ങനെ വരുന്നു, നല്ല ഭംഗിയുള്ളൊരു ഹക്കോബ. ഇതെല്ലാം ഷോപ്പിൽ ഓൾമോസ്റ്റ് കുറേ എടുത്തിട്ടുണ്ട്. ഇനി ഇത്രത്തോളം തന്നെ ഉണ്ട് നമുക്ക് കളേഴ്സ്. അതിന് ഞാൻ ഒന്നുമില്ലെങ്കിൽ ഷോർട്ട്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിടാം. ഇങ്ങനെ വരുന്നു 300, 300 രൂപ. നെക്സ്റ്റ് വരുന്നു റെഡ്. ഞാൻ അന്ന് റെഡ് കുർത്തി ചെയ്തില്ലായിരുന്നോ, അതിലാ അക്കോബ ഇങ്ങനെ വരുന്നു. ഇതിനൊക്കെ നമ്മൾ വൈറ്റ് അക്കോബയുടെ ടോപ്പും ഇത് സ്കേർട്ടും ഒക്കെ ആയിട്ട് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ, കട്ട് വർക്ക് ഇങ്ങനെ വരുന്നു 320, 320 രൂപ. ഇങ്ങനെ വരുന്നു, ഹെവി കട്ട് വർക്കാണ്. ഈ 2 പീച്ചുണ്ട്, മാറണ്ട. ഇത് കണ്ട്, ഇത് കുറച്ചും കൂടെ ഒന്ന് കുറച്ചുകൂടെ ഡാർക്ക്, ഒരു പൊടിക്ക് ഡാർക്കും ഇങ്ങനെ വരുന്നു. ഇത് കുറച്ചുകൂടെ പൊടിക്ക് ലൈറ്റും ഇങ്ങനെ വരുന്നു. ഇതും പീച്ചാണ്, ഇതും പീച്ചാണ്. ഇതും കൂടെ ഒരു പിങ്കിഷ് പീച്ചാണ്, ഇതും ഒരു പിങ്കിഷ് പീച്ചാണ്. അങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു, കാംബ്രിക് കോട്ടണിലാണ്. ഇങ്ങനെ വരുന്നു, താഴേക്ക് വർക്ക് വരുന്നു 300 റുപ്പീസ്, 300 രൂപ. ഇങ്ങനെ വരുന്നു. സിമ്പിളായിട്ട് ശരിക്കും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം അക്കോബയിൽ ഒരുപോലെ ചെയ്യുന്നതാണ് ഭംഗി വരിക. എന്നിട്ടൊരു വെറൈറ്റി ഏതെങ്കിലുമൊക്കെ ദുപ്പട്ട ഇടുന്നവർക്ക് അല്ലെങ്കിൽ കോളറിനൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇങ്ങനെ വരുന്നു. ഇതിൽ ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു 300, 300 രൂപ. ഇനി നമ്മുടെ ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. ഇതൊക്കെ സുന്ദരി ഗ്രീനാണ്, നമ്മൾ എന്താ പറയുക, ഭംഗിയില്ല സുന്ദരി ഗ്രീൻ. ഇങ്ങനെ വരുന്നു 300 റുപ്പീസ്, 300 രൂപ. ഇതിൻ്റെ കട്ട് വർക്ക് വരുന്നത് കാംബ്രിക് കോട്ടണിലാണ്. അങ്ങനെ വരുന്നു. ഇത് ഞാൻ കുറേ ദുപ്പട്ടാസും ബോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സമയമുള്ളവർ അതും കൂടെ കാണൂ. സമയമില്ലാത്തവർക്ക് പിന്നെന്താ ചെയ്യാൻ, സൺഡേ ലീവ് എന്നീ. ഇത് ഒരുപാട് വർക്കൊന്നും വേണ്ട, കുറച്ചൊരു ഒതുങ്ങിയ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ നല്ലത്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു കട്ട് വർക്കേ ഉള്ളൂ. നല്ല ഒരു ലൈറ്റ് ലാവൻഡറിൻ്റെ അങ്ങ് കുഞ്ഞ് സിസ്റ്ററായിട്ട് വരുന്നു. ഇത് 250 റുപ്പീസ്, 250 രൂപ. ബിഗ് ബിഡ് തന്നെയാണ്, 250 വരുന്നുള്ളൂ റേറ്റ്. കട്ട് വർക്ക് കുറച്ച് വരുന്നുള്ളൂ. ഇനി നമ്മുടെ പാനൽ പാറ്റേണിൽ തന്നെ യെല്ലോ ഇങ്ങനെ വരുന്നു. അപ്പോൾ യെല്ലോയിൽ നിന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. പാനൽ കട്ടിൻ്റെ ഒരു പോലെ തന്നെ ഫീൽ തരുന്നതാണ്. ഇങ്ങനെ വരുന്നു 300, 300 രൂപ. ഇനി നമ്മുടെ ഒരു ലൈലാക്ക് ഷെയ്ഡിൽ വരുന്നു. ഇങ്ങനെ വരുന്നു അക്കോബ 300 റുപ്പീസ്, 300 രൂപ. ഇങ്ങനെ വരുന്നു 300 റുപ്പീസാണ് വരുന്നത്. ഇങ്ങനെ അതങ്ങനെ. ഇനി പെട്ടെന്ന് സ്റ്റിച്ചഡ് ബോട്ടംസ് പെട്ടെന്ന് കാണിച്ചു തരാം. ഇനി റെഡി സ്റ്റോക്ക് ആയിട്ടുള്ള കളേഴ്സ്, ബാക്കിയുള്ളത് നമുക്ക് വരുന്ന മുറയ്ക്ക്. അപ്പോൾ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക, ഇത് അപ് ടു XXL സൈസ് വരെയുള്ളവർക്കാണ് ഇത് ഓക്കെ ആവുക. ഇങ്ങനെ വരുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ്. റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട്. 40 ഇഞ്ചാണ് ലെങ്ത്ത് വരിക. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഏതെങ്കിലും ഒരു പീസ് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലസ് സൈസ് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരും. നമ്മൾ പോപ്ലിൻ മെറ്റീരിയലിലാണ് ചെയ്യുന്നത്. ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ നിങ്ങൾ 2-3 വാഷസ് വരെ ശ്രദ്ധിക്കണം. ബ്ലാക്ക് കളറിന് പ്രാവശ്യം വന്നതിന് കുറച്ച് കളർ ലീക്കിംഗ് ഉണ്ട്, പക്ഷേ ഒട്ടും ഫെയ്ഡായി പോവില്ല, വിഷമിക്കേണ്ട. ഒരു 2-3 വാഷസ് ശ്രദ്ധിക്കുക. മെഷീൻ വാഷ് ആദ്യം തന്നെ കൊണ്ടിടരുത്. കളർ കാരണം പോപ്ലിനാണ്, ചില കളേഴ്സിൽ നിന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഓരോരോ ഡൈയുടെ പ്രത്യേകത കൊണ്ടാണ്. വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 350 ആണ് റേറ്റ് വരുന്നത്. ഇനി പ്ലസ് സൈസ് വേണ്ടവർക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി, അവരെടുത്തിട്ട് ചെയ്തു തരും കളേഴ്സ്. അപ്പോൾ ഈ കളറിൽ ഇത് ഒരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. അതങ്ങനെ. നെക്സ്റ്റ് വരുന്നു കോഫി ബ്രൗൺ, നേവി ബ്ലൂ, മെറൂൺ, ബോട്ടിൽ ഗ്രീൻ, പിങ്കിഷ് പീച്ച്, ഡാർക്ക് പീച്ച്. നെക്സ്റ്റ് വരുന്നു ലെമൺ യെല്ലോ, ഓഫ് വൈറ്റ്. ഇത് വൈറ്റ്, കണ്ടോ, വൈറ്റ് ഓഫ് വൈറ്റ് മാറിപ്പോവല്ലേ, വൈറ്റാണ് ഇത്, മിൽക്കി വൈറ്റ് ആണ്. ഇത് ഓഫ് വൈറ്റ്. ഇനി കണ്ടോ ഒരു ലൈറ്റ് വയലറ്റ്, ലാവൻഡറിൽ നിന്ന് കുറച്ചുകൂടെ അങ്ങ് പോയി. എന്നാൽ ലാവൻഡർ ഇത് അവിടെയുണ്ട്. അതെങ്ങനെ വരുന്നു 350 ആണ് എല്ലാം റേറ്റ് വരുന്നത്. ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ, ചെറുപയർ പച്ച, നല്ല ഡാർക്ക് പിസ്ത, പാരറ്റ് ഗ്രീൻ. അത്രയായിരുന്നു ബോട്ടംസ്. ഇനി കുറച്ച് ദുപ്പട്ടാസ് പല തരത്തിലുള്ളതാണ് എടുത്തിട്ടുണ്ട്. ഞാൻ ദുപ്പട്ടാസിൻ്റെ വെറൈറ്റീസ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വേറെയുണ്ട്, അപ്പോൾ കാണിച്ചു തരാം. ആദ്യം ഈ ഒരു ടൈപ്പിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ 230, 230 അല്ലേ? അതെ 230. അപ്പോൾ ദുപ്പട്ട കുറേ ആയിട്ട് കാണിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഇതാ ഒരു പേസ്റ്റൽ ഗ്രീനും ഗ്രേയും അല്ലാത്ത ആ ഒരു കളറില്ലേ, അതിൽ ഞാൻ എല്ലാം ഇനി എടുത്തി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതങ്ങനെ, ഇത് നമുക്ക് 2.25 ഇട്ട് വരും, 2.25, 2.30 വരെ. നമ്മൾ സാധാ ഷിഫോൺ ദുപ്പട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കൊക്കെ പോലെ വരുന്ന ഈ ഒരു പാറ്റേണിൽ വരുന്നു. ഇങ്ങനെ വരുന്നു. 230 ആണോ 240 ആണോ എന്ന് ഞാൻ മറന്നു കേട്ടോ. അതൊക്കെ സ്ഥിരം ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്, പക്ഷേ കുറച്ച് ഗ്യാപ്പ് വന്നുകൊണ്ട് 230 അല്ലേ ആയിരിക്കും. എന്തെങ്കിലും റേറ്റിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും റേറ്റിലൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവർ ഓർഡർ എടുക്കുമ്പോൾ കൺഫേം ചെയ്യും കേട്ടോ. ഇനി നമുക്ക് കളേഴ്സ് ക്ലോസ് വ്യൂ കാണിച്ചാൽ പോരെ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു റെഡ്,
റെഡ് ഷെയ്ഡിൽ ഇതങ്ങനെ വരുന്നു. ഇത് അങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു എന്താ പറയുക, സഫയർ ഗ്രീൻ, എന്തോ സുന്ദരി ഗ്രീൻ എന്ന് പറയാം. ഇത് ഇങ്ങനെ വരുന്നു. ഇത് ബർഗണ്ടി ഷെയ്ഡാണേ. ഇത് കണ്ടോ, ഇത് വൈൻ ഷെയ്ഡാണ്, ഡാർക്ക് പർപ്പിൾ വൈൻ ഷെയ്ഡ്. ഇത് ബർഗണ്ടിയിൽ തന്നെ ഒരു കളറിൽ ലൈൻസ് വേറെ വരുന്നത്. അപ്പോൾ 3 തരം അതിൽ വന്നേ. ഇനിയുണ്ട് ഇത് കണ്ടോ, അത് ആ ഒരു കളറാണ് വരുന്നത്. 1 2 3 അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചോദിച്ചോളൂ. 4. ഇനിതാ പർപ്പിൾ ഷെയ്ഡിൽ ഇതങ്ങനെ വരുന്നു, നമ്മളെ വാടാമല്ലി കളറ് അങ്ങനെ വരുന്നു. 1 2 3 4 5. ഒരു ഫാമിലിയാണ്, പല പല ആൾക്കാരാണ്. അതെല്ലാം 230 ആണ്, 240 ആണോ ഓർമ്മയില്ല. നെക്സ്റ്റ് വരുന്നത് കണ്ടോ, മൂവ് കളറിൽ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡെയിലി യൂസിന് വേണ്ട കളേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ. ഈ ഒരു ഗ്രീൻ ഈ ഗ്രീൻ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതൊരു വേറൊരു ഗ്രീനാണ്. ബോട്ടിൽ ഗ്രീൻ അല്ല, അതിൻ്റെ ലൈറ്റാണ്. ഇതൊരു പേസ്റ്റൽ ഗ്രീനാണ്, ഇങ്ങനെ വരുന്നു. 230 ആണെന്നുള്ള ശുഭപ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഇതിങ്ങനെ ഒരു ക്രീം, ഒരു ഡാർക്ക് ക്രീം. എന്നാൽ ഇത് ഒരു ലൈറ്റ് ക്രീം, ലെമൺ യെല്ലോയുടെ ഒരു ടൈപ്പ് എന്ന് പറയാം. എന്നാൽ ഇത് വേറൊരു യെല്ലോയാണ്. 1 2 3. ഇത് വേണ്ടവരിത്, ഇത് വേണ്ടവരിത്, ഇത് വേണ്ടവരിത്, അങ്ങനെ എടുക്കാം. അത് ഇന്നിപ്പോൾ ഈ ദുപ്പട്ടയൊക്കെ എടുത്തിട്ട് അതിൻ്റെ റേറ്റ് അറിയാത്തതല്ലാതെ അത് നോക്കണമെന്ന് വെച്ചിട്ട്. അടുത്തത് ആക്ച്വലി എന്താ അറിയോ, നോമ്പായതുകൊണ്ടേ അവരൊക്കെ നേരത്തെ പോവും. അപ്പോൾ വൈകുന്നേരം നമ്മൾ പല പല കാര്യം കൊണ്ട് ആൾക്കാർ കുറവാണ്. അപ്പോൾ സെറ്റ് ചെയ്തൊക്കെ തന്നെടുത്ത് ഇതെല്ലാം പഠിക്കാൻ മറന്നുപോയി. ഇതൊന്ന് പറയാം ഞാൻ. നെക്സ്റ്റ് വരുന്നു, ഇതെല്ലാം 230 ആണ്. ഞാൻ റേറ്റ് വെക്കാൻ വേണ്ടി പോയതായിരുന്നു 230. ഇനി നെക്സ്റ്റ് വെറൈറ്റി ഇതങ്ങനെ വരുന്നത് ഇങ്ങനെയാണേ. ഷിഫോൺ തന്നെയാണ് ദുപ്പട്ട. ഇതെല്ലാം നമുക്കൊരു 2.25 കേട്ടോ വരുന്നത്. 2.25 2.20 വരുന്നതാണ്. അപ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡ്. ഇനി കളേഴ്സ് കാണിക്കാം, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട് ഇതിൽ നമുക്ക് കാണിക്കാം. 230 രൂപയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. അതിൽ ഇത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ. ഇനി നമുക്ക് കളേഴ്സ് വരുന്നത് കാണാം. ഇതാ മെറൂൺ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു, മെറൂണിൽ ഇങ്ങനെ വരുന്നു. ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ, ഇതൊരു ലൈറ്റ് പീച്ച് ഇങ്ങനെ വരുന്നു. റെഡ്, കോഫി ബ്രൗൺ. ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും. അതിൽ ഒരു സാധാ ദുപ്പട്ടയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി നമുക്കിങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്നതാണിത്. ഇങ്ങനെ വരുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ്. 2 സൈഡ് ഇടുമ്പോഴും അങ്ങനെ വരും. ഇത് 230 രൂപ. ഇനി ഇതിലൊരു ക്രീം കളർ ഇങ്ങനെ വരുന്നു, ക്രീം. നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ. ഇത് ഞാൻ പിന്നെ നേരത്തെ കാണിച്ചു അല്ലേ, ഒലിവ് ഗ്രീൻ. ഇനി അതിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം ടൈപ്പ് വരുന്നത് ഇതുണ്ടോ, 4 സൈഡിലും ഇങ്ങനെ ടേസൽസും ഇങ്ങനെ വരുന്നു. നല്ലൊരു റാണി പിങ്ക്. ഇത് കുറച്ചുകൂടി പ്രീമിയം ദുപ്പട്ടയാണ്. അതുകൂടാതെ അകത്ത് നല്ല പ്രീമിയം ത്രെഡ് വർക്ക് ഇതുണ്ട്. ഇത് ഫുൾ എംബ്രോയ്ഡറി ആണ്, നല്ല ഹെവി വർക്കാണ് വരുന്നത്. ഇങ്ങനെ പോരാത്ത നല്ല ഒരു വർക്കാണ് വരുന്നത്. 510 510 രൂപയാണ് ഇതിന് ദുപ്പട്ട റേറ്റ് വരുന്നത്. ഇത് നമുക്ക് ലെങ്ത്ത് വരുന്നത് ഇപ്പോൾ പറഞ്ഞുതരാം. ഇതൊക്കെ അറിയാവുന്ന എനിക്ക് കാര്യങ്ങളാണ്. പക്ഷേ ഈ വീഡിയോ ഇത്രയും ലെങ്ത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒക്കെ കിളി പോയ പോലെയായി. 2.25 തന്നെയാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ. 2.25 മീറ്ററാണ് ലെങ്ത്ത് വരുന്നത്. അതിലിനി കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട് നമുക്ക് കാണാം. ഇത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ്, നമ്മൾ റയറായിട്ട് കിട്ടുന്നൊരു കളറാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഹക്കോപ്പയ്ക്ക് നിങ്ങൾ ഇതിൻ്റെ കൂടെയൊക്കെ വേണ്ടവരാണെങ്കിൽ മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു. 510 510 രൂപ. നമ്മൾ ആ ഒരു ഇതിലൊക്കെ റയർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ടെന്ന്. ഇത് കണ്ടോ, ഇവിടുന്ന് പോയി. ഇത് കണ്ടോ, യെല്ലോ ഇങ്ങനെ വരുന്നു. ആണ് എൻ്റെ ലുക്ക് വരുന്നത്. ഇങ്ങനെ വരും. നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടൊരു പ്രീമിയം ദുപ്പട്ടയുടെ ലുക്ക് വരും. അത് തന്നെ വരുന്നത്. ഇനി അതിലൊരു ഗ്രീൻ, ഒരു ബോട്ടിൽ ഗ്രീനിൻ്റെ ഒരു ഡാർക്ക് അതുപോലെ അതിൻ്റെ ഇടയിൽ ഒരു പേസ്റ്റൽ ഗ്രീനും കൂടെ വന്നേക്കുന്നു. അങ്ങനെ 510 ഇതാ ഇങ്ങനെ വരുന്നു. പേസ്റ്റൽ ഗ്രീനിൽ ഇങ്ങനെ വരുന്നു 510. ഇനി നെക്സ്റ്റ് ഇതായിരുന്നു വൈറ്റ്, ഇങ്ങനെ വരുന്നു 510. ഇനി നമുക്ക് വരുന്നത് ഓർഗൻസയിൽ ത്രെഡ് വർക്ക് വരുന്നതാണ്. ഇതാ ഇങ്ങനെ വരുന്നു. നല്ല ചിക്കു കളറാണ് ഇത് വരുന്നത്. ഇതാ ഇങ്ങനെ വരുന്നത്. സോഫ്റ്റ് ഓർഗൻസയിലാണ്. ഇങ്ങനെ വരുന്നു. 480 480 രൂപ. അതിൽ നെക്സ്റ്റ് വരുന്നു മൂവ് കളർ. മൂവ് കളറിൽ ഇങ്ങനെ വരുന്നു 480. ഒരു ഗോൾഡൻ യെല്ലോ എന്നൊക്കെ ഒരു സാൽമൺ കളറിൻ്റെ ഒരു ലൈറ്റ് ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു കളറില്ലേ, ലൈറ്റ് സാൽമൺ എന്നൊക്കെ പറയാവുന്ന കളറിൽ 480. ഇത് ബ്ലാക്കിലൊരു ഗ്രേ ത്രെഡ് വർക്ക് വരുന്നു. അങ്ങനെ 480. ഇനി നെക്സ്റ്റ് ഇതൊരു ചന്തേരി കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണേ. ഇതങ്ങനെ വരുന്നു. ചന്തേരി കോട്ടൺ ആണ്. ഇതിന് റേറ്റ് വരുന്നത് 450 വരുന്നുണ്ട്. 450 രൂപ.
ഇതിൽ ഒരൊറ്റ ഷെയ്ഡേ ഉള്ളൂ കേട്ടോ. ഇത് അങ്ങനെ വരുന്നു. മെറൂൺ ടോപ്പിൻ്റെ യെല്ലോ ടോപ്പിൻ്റെ കൂടെയൊക്കെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു ബാന്തിനിയുടെയൊക്കെ പോലത്തെ ഒരു ഫീൽ വരുന്ന രീതിയിലുള്ള ഒരു പ്രിൻ്റ് ഉള്ളൂ. ഇങ്ങനെ വരുന്നു. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. 450, 450 രൂപ. ഇത് വേറെ ഒരു ഇങ്ങനെ വരുന്നു. ലേറിയ പാറ്റേണിൽ വരുന്ന പോലത്തെ ഒരു ഇങ്ങനെ വരുന്നു. ഒരു മാർബിൾ ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലിലാണ് ഇങ്ങനെ വരുന്നു. ഇതിന് വരുന്നത് 320, 320 രൂപ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടംപോലെ റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാം വന്നില്ല. ഇനി ഓരോരോ ഐറ്റംസുമായിട്ട് അധികം വൈകാതെ വരെ നമുക്ക് മൊഡാൾ സിൽക്കൊക്കെ എത്താനുണ്ട്. ഓരോന്ന് എത്തുന്ന മുറയ്ക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാം കേട്ടോ. വീഡിയോ ഒക്കെ ചെയ്യാം. അജ്രക് ഹക്കോബ വരുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ കുറച്ച് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇമ്മീഡിയറ്റ് റിപ്ലൈ പ്രതീക്ഷിക്കാതെ അവർക്ക് സാവകാശം ആവശ്യമാണ് നോക്കി വരാനൊക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാം. പക്ഷേ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക എല്ലാത്തിലും. കാരണം പല ആൾക്കാർക്ക് നമുക്കിതെല്ലാം റിക്വയർമെൻറ്റും എൻക്വയറി ഉള്ളതുകൊണ്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഡെയിലി വീഡിയോ ചെയ്യാനൊക്കെ. അപ്പോൾ അതിനെ മനസ്സിലാക്കുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ എമർജൻസി ആയിട്ട് യാത്ര പോകുമ്പോൾ പിന്നെ ഒരു മെറ്റീരിയൽ വേണം അങ്ങനെയൊക്കെ മറ്റ് സാവകാശം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഒരു കാരണവശാലും കട്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ച മെറ്റീരിയൽ നിങ്ങൾക്ക് കളർ അത് നമുക്ക് മനസ്സിലാക്കുക. ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നോർമൽ ലൈറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ കാണുന്നതിനേക്കാൾ കുറച്ച് ലൈറ്റ് ആയിരിക്കും, അത് മനസ്സിലാക്കുക. പിന്നെ ഓരോ ഫാബ്രിക്കിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. നിങ്ങളും അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുക. അതാണ് അതിൻ്റെ പ്രത്യേകതകൾ. കട്ട് ചെയ്ത് അയച്ച ശേഷം നമ്മൾ അയ്യോ എനിക്കത് വന്നപ്പോൾ ഇഷ്ടമായില്ല അങ്ങനെ പറഞ്ഞ് നമ്മൾ റിട്ടേൺ എടുക്കുന്നതല്ല കേട്ടോ. അത് മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലും ഡിഫക്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്തിട്ട് വേണം എപ്പോഴും ബണ്ടിൽ ഓപ്പൺ ചെയ്യാനായിട്ട്. അത് ശ്രദ്ധിക്കുക. പിന്നെ എമർജൻസി ആയിട്ട് കിട്ടേണ്ട ഒരു അർജൻറ്റ് കിട്ടേണ്ട ഒരു DTDC ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വ്യത്യസ്തമായ വീഡിയോകളുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.